ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് നവീൻ കുമാർ. ഫിയർ അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും പലപ്പോഴും നമ്മളെ ആക്രമിക്കുന്ന ഒരു ശത്രുവാണ്. ഈ ഫിയർ അല്ലെങ്കിൽ ഭയത്തെ അതിജീവിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ലൈഫിൽ ഏത് മേഖലയിൽ നേട്ടം കൈവരിക്കാനും അനിവാര്യമായ ഒരു ഘടകമാണ്. ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ശരി, പലപ്പോഴും പരീക്ഷയെ ഭയമാണ്, അധ്യാപകരെ ഭയമാണ്, സ്കൂളിനെ ഭയമാണ്, കുട്ടികളെ ഭയമാണ്. ഒരു പ്രൊഫഷണൽ ആവട്ടെ, പ്രൊഫഷണൽക്ക് തന്നെ മാനേജറെ ഭയമാണ്, കമ്പനിയുടെ പോളിസികളെ ഭയമാണ്, അങ്ങനെ മറ്റു പല കസ്റ്റമേഴ്സിനെ ഭയമാണ്. ഇങ്ങനെ പല രീതിയിലുള്ള ഭയങ്ങളുണ്ട്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പല റിസ്കുകൾ എടുക്കാനുള്ള ഭയമുണ്ട്. ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പുതിയ മേഖലയിൽ ബിസിനസ് തുടങ്ങാനുള്ള ഭയമുണ്ട്. ഇങ്ങനെയുള്ള ഫിയർ അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനെ പലപ്പോഴും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള കാര്യങ്ങളിൽ നിന്നും തടസ്സമായി നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഭയത്തെ അതിജീവിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ്. ഭയത്തെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് വ്യക്തമാക്കി തരുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഒരിടത്ത് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ വ്യക്തി വളരെയധികം ഭീരുവായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ചുറ്റുമുള്ള എന്ത് കാര്യത്തെയും ഭയമായിരുന്നു. ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും ഭയമായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിനോട് ഒരു സുഹൃത്ത് പറഞ്ഞു കൊടുത്തു, താങ്കൾ അടുത്തുള്ള ഒരു സെൻ ഗുരുവിനെ പോയി കാണൂ. അദ്ദേഹം ഒരു സെൻ ഗുരു മാത്രമല്ല, അദ്ദേഹം അവിടെയുള്ള മാർഷൽ ആർട്സിന്റെ ഗുരു കൂടിയാണ്. അദ്ദേഹം താങ്കളുടെ ഭയം മാറ്റി തരാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ഈ ഒരു സെൻ മാർഷൽ ആർട്ട് ഗുരുവിന്റെ അടുത്ത് ഇദ്ദേഹം ചെല്ലുകയും, ഞാൻ എന്ത് ചെയ്യണം ഗുരു എന്റെ ഈ ഭയം മാറാൻ എന്ന് ചോദിക്കുകയും ചെയ്തു. ഗുരു പറഞ്ഞത്, ഞാൻ നിന്റെ ഭയമൊക്കെ മാറ്റിത്തരാം. നീ ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നീ ഈ നാട്ടിലുള്ള സിറ്റിയിലേക്ക് പോയി നിൽക്കുക. ആ സിറ്റിയിൽ നിന്നുകൊണ്ട് അവിടെ വരുന്ന ആളുകളോട്, ഒരു 20 ആളുകളോട് ഞാൻ ഭീരുവാണ് എന്ന് പറയാൻ തയ്യാറാവുക എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവൻ ആകപ്പാട് വല്ലാണ്ടായിപ്പോയി. കാര്യം ഭീരുത്വം മാറാൻ ചെന്നിട്ട് ആ നാട്ടുകാരുടെ അടുത്ത് പോയിട്ട് ഞാൻ ഭീരുവാണ് എന്ന് പറയണമെന്നാണ് ഗുരു പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇവൻ എനിക്ക് ഗുരു പറഞ്ഞതല്ലേ, ഇത്രയും ദൂരം കാണാൻ വന്നതല്ലേ എന്നൊക്കെ ആലോചിച്ച് ഇദ്ദേഹം അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് നാട്ടുകാരുടെ അടുത്ത് പറയാൻ തയ്യാറായി ആ സിറ്റിയിൽ പോയി നിൽക്കുകയും ചെയ്തു. എന്നാൽ അവിടെ പോയി നിന്ന് പല ആളുകളെ കണ്ടപ്പോഴും ഈ മനുഷ്യന് ഇവരുടെ ആരുടെയും കയ്യിൽ ഒന്ന് തൊടാനോ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ഞാൻ ഭീരുവാണെന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ആദ്യം വന്ന പല ആളുകളുടെയും അടുത്ത് ചെന്നു, അവരുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം കിട്ടുന്നില്ല. ഇങ്ങനെ ആദ്യത്തെ 1-2 ആഴ്ച പോയി. 3-ാമത്തെ ആഴ്ചയായപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, ഇങ്ങനെ പോയതുകൊണ്ട് കാര്യമില്ല. ഗുരു പറഞ്ഞേ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഗുരുവിന്റെ അടുത്ത് ചെല്ലണം, തനിക്ക് തന്നെ ഭീരുത്വം മാറ്റണമെന്ന്. അങ്ങനെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വന്ന ഒരാളുടെ കൈ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സർ, ഞാനൊരു ഭീരുവാണ്. പക്ഷെ ഇത് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കൃത്യമായി കണ്ണുകളിലേക്ക് നോക്കാൻ സാധിക്കുന്നില്ല. അടുത്തയാളുടെ അദ്ദേഹം പറഞ്ഞപ്പോൾ കണ്ണുകളിലേക്ക് നോക്കാൻ സാധിച്ചു. പതുക്കെ അവിടെ വന്ന എല്ലാ ആളുകളോടും കൈ കൊടുത്തുകൊണ്ട് ഞാൻ ഭീരുവാണെന്ന് പറയാൻ തുടങ്ങി. ഈ സമയത്തൊക്കെ ഇദ്ദേഹം ഗുരു പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ തോന്നി, തന്റെ ഭീരുത്വം എവിടേക്കോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. താൻ ധീരനായി വരുന്ന ഇദ്ദേഹത്തിന് തോന്നി തുടങ്ങി. കാരണം ഇപ്പോൾ ആളുകളെ കാണാൻ അയാൾക്ക് ഭയമില്ല. ആളുകളുടെ അടുത്ത് നിന്ന് ഞാൻ ഭീരുവാണെന്ന് പറയാനും ഭയമില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗുരുവിന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയും ഗുരുവിനോട് പറയുകയും ചെയ്തു, ഗുരു, ഒരുപാട് നന്ദിയുണ്ട് താങ്കളോട്. മറ്റൊന്നുമല്ല, എന്റെ ആ ഒരു ഭീരുത്വം ഇപ്പോൾ എനിക്കില്ല. ഞാനിപ്പോൾ ധീരനായി മാറിയിരിക്കുകയാണ്. എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാനും ആളുകളോട് സംസാരിക്കാനും യാതൊരു രീതിയിലുള്ള പേടിയുമില്ല. പക്ഷെ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ലോ ഗുരു എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഗുരു പറഞ്ഞു കൊടുത്തത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. നീ എന്നു മുതലാണോ നിനക്ക് ഭീരുത്വമുണ്ട് എന്ന് അംഗീകരിച്ചത്, അല്ലെങ്കിൽ എവിടെയാണോ നിനക്ക് പ്രോബ്ലം ഉണ്ട് എന്ന് നീ അക്നോളജ് ചെയ്തത്, ആ സമയം മുതൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് നിന്റെ തലച്ചോറായും മനസ്സായും നീ തുടങ്ങിക്കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചും നമ്മളുടെ ഫിയറിനെ അതിജീവിക്കാൻ ഒരേ ഒരു മാർഗം മാത്രം. നമുക്ക് ഫിയർ ഉണ്ടെങ്കിൽ ഫിയർ ഉണ്ട് എന്ന് ആദ്യം അക്നോളജ് ചെയ്യുക, അല്ലെങ്കിൽ സമ്മതിക്കുക. രണ്ടാമതായി എന്താണോ നമ്മളെ ഭയപ്പെടുത്തുന്നത് ആ കാര്യത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറാവുക. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് രീതിയിലുള്ള ഭയത്തെയും അതിജീവിക്കാനും, പരീക്ഷയ്ക്കാണെങ്കിൽ പരീക്ഷയോടാണ് ഭയമെങ്കിൽ ഭയമാണെന്ന് അംഗീകരിക്കുക, ഭയത്തെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക, പരീക്ഷയിലേക്ക് എടുത്തു ചാടുക. ബിസിനസ്സിൽ റിസ്ക് എടുക്കാനാണ് ഭയമെങ്കിൽ ബിസിനസ്സിൽ റിസ്ക് എടുക്കാൻ ഭയമാണെന്നുള്ള തിരിച്ചറിവുണ്ടാക്കുക. വിജയിച്ച ആളുകളോട് സംസാരിച്ച് എങ്ങനെയൊക്കെ വിജയിപ്പിക്കാന്നുള്ള കണ്ടുപിടിക്കുക. അതിനുശേഷം അത് തുടങ്ങാനായി എടുത്തു ചാടുക. ഈ രീതിയിൽ നമ്മൾ ഏത് മേഖലയിൽ വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മുൻപോട്ട് പോകാനും ആഗ്രഹിക്കുന്ന വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ഭീരുത്വത്തെ അല്ലെങ്കിൽ നമ്മുടെ ഫിയറിനെ ഓവർകം ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന രീതിയിൽ സക്സസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസ നിർത്തുന്നു. താങ്ക് യു ഫോർ ലിസണിംഗ് ടു ദ ട്രെയിനിങ് ഓഡിയോ. NK signing off.